ഞാൻ എന്തൊരു ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയണത്? ഈ ചോദ്യം ചോദിച്ചത് യദു എന്ന ഡ്രൈവറാണ്. നിങ്ങളെല്ലാം ആ ദൃശ്യങ്ങൾ കണ്ടു കാണും. തിരുവനന്തപുരത്ത് പാളയത്തിനടുത്താണെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും നടത്തിയ ഷോ. ഒരു KSRTC ബസ്, സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി. അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കേട്ടത് സൈഡ് കൊടുത്തില്ല, അതിന്റെ പ്രകോപനമാണെന്നാണ്. പിന്നീട് പറഞ്ഞു ബസ് ഡ്രൈവർ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു, നമ്മുടെ പിണറായി സ്റ്റൈലിൽ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു, അപ്പോൾ ആക്ഷനാണ് പ്രശ്നമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഏതാണ്ട് യദു എന്ന് പറയുന്ന ഡ്രൈവറിന്റെ ജോലി പോകുന്ന അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. മുമ്പൊക്കെ നമുക്കറിയാം ഈ ജനസേവകരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാനുള്ളവരായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ജനങ്ങളുടെ നെഞ്ചത്ത് കയറുന്നവരായി ജനസേവകർ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമാണ്. കാരണം ഒന്നാമത് ആ ഡ്രൈവർ യദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി ശമ്പളം തന്നിട്ടാണെന്ന് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമുക്കറിയാം KSRTC, ആനവണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ KSRTCയുടെ അവസ്ഥ നമുക്കറിയാം. എത്രയോ കാലങ്ങളായി, എത്രയോ മാസങ്ങൾ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരൊക്കെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഈ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്യുന്നവരാണ്. നമുക്ക് ബസ് ഇപ്പോഴത്തെ ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ അറിയാമല്ലോ. ഇത്രയും വലിയ ചൂടിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത് തന്നെ എത്ര ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഒരു ബസ് ഡ്രൈവറോട്, അത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ് കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സൂപ്പർ ഫാസ്റ്റുകളുള്ളതായിട്ട് എനിക്കറിയില്ല. അത് തന്നെ ഏതാണ്ട് 1 മണിക്കൂറിലധികം നീളുന്ന യാത്രയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ലോങ് ഡ്രൈവ് ആയിരിക്കണം. അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് ചെയ്തു വരുന്ന ഒരു ഡ്രൈവർ, ആ ഡ്രൈവറിന്റെ വണ്ടിക്കാണ്, അല്ലെങ്കിൽ ആ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനാണ് ഇവർ കൊണ്ട് വട്ടം വച്ചിട്ട് ഈ ഷോ മൊത്തം ഒരു രാത്രിയിൽ കാണിക്കുന്നത്. നമ്മൾ കേട്ട വാർത്ത പ്രകാരം ബസ്സിനുള്ളിൽ നിന്ന് ചില ആളുകൾ ഡ്രൈവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ പുറത്തുവിട്ടാൽ നിന്നെ ശരിയാക്കി കളയും, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞുവെന്നാണ് കേൾക്കുന്നത്. എന്തൊരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറി ഈ ആളുകളെയൊക്കെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഒരു KSRTC എന്ന് പറയുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്. നമുക്കറിയാം എത്ര പേരാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. അത്തരം ഒരു സംവിധാനത്തോട്, അത്തരം ബസ്സുകളോട് നമ്മളോട് ഒരു മര്യാദയുള്ള ഡ്രൈവിംഗ് സംസ്കാരമുള്ളവർ കാണിക്കേണ്ട കുറേ മര്യാദയുണ്ട്. കാരണം നമ്മൾ ഒരു കാറിൽ പോകുന്ന 2 or 3 പേരായിരിക്കാം, അല്ലെങ്കിൽ പരമാവധി ഒരു കുടുംബം 4 പേരായിരിക്കാം. ഒരു ബസ്സിൽ അങ്ങനെയല്ല. അതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഒരുപാട് പേർ, പലതരത്തിലുള്ളവർ, വയോധികരുണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും, കൈക്കുഞ്ഞുങ്ങളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, ഗർഭിണികളുണ്ടാകും. അങ്ങനെ വിവിധങ്ങളായ അവസ്ഥകളിൽ പേറുന്ന, പലയിടങ്ങളിൽ ഇറങ്ങേണ്ട പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ സംവിധാനത്തോട് നമ്മളൊരു മര്യാദ കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ കാര്യമാണ്. അല്ല നമുക്ക് ആദ്യമേ എങ്കിൽ പിന്നെ സൂപ്പർ ഫാസ്റ്റിനെ മറികടന്ന് കുത്തിക്കയറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് സംസ്കാരം തന്നെ ശരിയല്ലല്ലോ. ഇവിടെ ഈ KSRTC ബസ്സിന് കൊണ്ട് വട്ടം വെച്ചിട്ട് അവിടെ ഈ ഷോ മുഴുവൻ കാണിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, നിന്റെ അച്ഛന്റെ വകയാണോ, ഡ്രൈവറോട് ചോദിക്കുന്നു, നിന്റെ അച്ഛന്റെ വകയാണോ റോഡെന്ന്. അങ്ങനെ ചോദിക്കണമെങ്കിൽ, ഇപ്പൊ എനിക്കൊരാളിനോട് നിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ അച്ഛന്റെ വകയായിരിക്കണം. അപ്പോൾ എൻ്റെ അച്ഛന്റെ വകയല്ലാത്ത സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അതും ഈ ജനപ്രതിനിധികൾ. അവൻ ഇത്തിരി ഉച്ചിരുള്ളവനായതുകൊണ്ട്, തിരുവനന്തപുരംകാരനാണെന്ന് തോന്നുന്നു അവന്റെ ഒരു സ്ലാങ് ഒക്കെ കേട്ടിട്ട്, അവൻ തിരിച്ചും ചോദിക്കുന്നു, നിങ്ങളുടെ അച്ഛന്റെ വകയാണോ റോഡെന്ന്. അവനറിയില്ല ഇത് MLAയോ മേയറോ ഒക്കെ ആണെന്ന്. അവൻ പിന്നീട് വിളിച്ച് ക്ഷമ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ നിന്റെ പണി കളഞ്ഞിട്ടേ അടങ്ങൂ എന്നുള്ള നിലയിലാണിപ്പോൾ ഈ മേയർ ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് അവനോട് പറഞ്ഞത്രേ, അത് MLAയും മേയറുമാണ്, കുറഞ്ഞ പക്ഷം നീ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിരിക്കണം, ഈഗോ ക്ലാഷ് ആണ്, നിനക്കെതിരെ കേസ് എടുക്കുമെന്നൊക്കെ. അയാളെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു. അയാൾ മദ്യപിച്ചിട്ടില്ല. ഒരു സൂപ്പർ ഫാസ്റ്റ് എങ്ങനെ ഓടിക്കണമെന്ന് മേയറും MLAയും കൂടെ തീരുമാനിക്കാനാണെങ്കിൽ അത് പിന്നെ നല്ല സംവിധാനമാണല്ലോ. അവർ ഡ്രൈവിംഗ് സ്കൂൾ വല്ലതും തുടങ്ങുന്നതായിരിക്കും നല്ലത്, ഈ മികച്ച ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാൻ. അല്ല ആദ്യം അലക്ഷ്യമായെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പ്രത്യേക ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു. അതായത് കാറിന്റെ ഈ KSRTC ബസ് ഡ്രൈവർ എന്ത് ആംഗ്യം കാണിക്കുന്നുവെന്ന് അത്ര കൃത്യമായി 360 ഡിഗ്രി തിരിഞ്ഞിരുന്നിട്ട് ആ ആംഗ്യം അവർ കണ്ടുവെന്നാണ് പറയുന്നത്. എന്തോ പ്രത്യേക തരത്തിലുള്ള ആംഗ്യം കാണിച്ചു, അത് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ്. സാധാരണക്കാരന് ഈ നാട്ടിൽ ജീവിക്കാനൊരു നിവൃത്തിയുമില്ല, ജോലി ചെയ്തു പോലും ജീവിക്കാനൊരു നിവൃത്തിയുമില്ലേ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം സംശയിച്ചു പോയാൽ തെറ്റു പറയാനാവില്ല. ഇവിടെ പദവിയും അധികാരവും ഉള്ളവന്, ഇവിടെ അല്ലെങ്കിൽ പണമുള്ളവന്, അങ്ങനെയുള്ളവന് മാത്രം, അല്ലെങ്കിൽ സ്വന്തമായി കാറുള്ളവന്, അല്ലെങ്കിൽ സ്വന്തമായി അത്തരത്തിലുള്ള വലിയ ആഡംബര സംവിധാനങ്ങളുള്ളവന് മാത്രം ജീവിച്ചാൽ മതിയോ? ഈ ഉഷ്ണ തരംഗത്തിൽ ഈ വിയർത്ത് കുളിച്ചൊക്കെ ബസ്സിൽ വരുന്നവരായിരിക്കാം. ഡ്രൈവർമാരുടെ കാര്യം അതിലേറെ കഷ്ടമാണ്. അവരത്രയും മണിക്കൂറുകൾ ഇങ്ങനെ
ഇത്രയും അധികം ആൾക്കാരെ അവരുടെ ഇടങ്ങളിൽ രാത്രി 9 മണി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഏതൊക്കെയോ ലക്ഷ്യസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട ആളുകളെ കൊണ്ടുപോകുന്നവരാണ്. അങ്ങനെ ഒരാൾക്കാണ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. ദുരനുഭവം തന്നെയാണ്, അത് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനപ്രതിനിധികൾ തന്നെ ചെയ്യുമ്പോൾ നിയമം അങ്ങ് കയ്യിലെടുക്കുകയാണ്. ഞങ്ങളാണ് രാജ്യം, അല്ലെങ്കിൽ ഞങ്ങളാണ് സംസ്ഥാനം, ഞങ്ങളാണ് KSRTC എന്നുള്ള അവസ്ഥയാണ്. മുൻപ് ഈ ഗണേഷ് കുമാർ അദ്ദേഹം അത് ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരുന്നുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ, KSRTC മന്ത്രി എന്ന നിലയിൽ, ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഇത്തരം ചില ഷോ ഓഫുകൾ കാണിച്ചാലുള്ള ഓർമ്മ നമുക്കുണ്ട്. അതല്ലാതെ ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് ഒരു ട്രിപ്പ് മുടക്കുക എന്ന് പറഞ്ഞാൽ ട്രിപ്പ് മുടക്കുന്നതിന് തുല്യമാണല്ലോ. ഒരു ട്രിപ്പ് മുടക്കി യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാനൊക്കെ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? ആരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഒരു സാധാരണ KSRTC ഡ്രൈവറുടെ പണി കളയാൻ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജനാധിപത്യമൊന്നും വോട്ടെന്നൊക്കെ പറഞ്ഞ് വോട്ടിന്റെ മഷി ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവർ അടക്കം പോയി വോട്ട് ചെയ്തതായിരിക്കും. നമ്മളാണ് രാജ്യമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളാണ് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പാർട്ടിക്കാരനോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയോ ഈ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും പ്രത്യയശാസ്ത്രം അവരെക്കാൾ നന്നായി ഉൾക്കൊണ്ടവനോ അവരെക്കാൾ നന്നായി നെഞ്ചിൽ പേറുന്നവനോ ആകാം ഈ യദു എന്ന് പറയുന്ന അവന്റെ സ്ലാങ് കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ശൈലി കൊണ്ട്, സംസാര ശൈലി കൊണ്ട് തിരുവനന്തപുരംകാരനെന്ന് വിചാരിക്കുന്ന യദു ചിലപ്പോൾ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം. അവന്റെ പാർട്ടി വേറെയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ആണെങ്കിലും അല്ലെങ്കിലും അവൻ ആലോചിക്കില്ലേ, എന്ത് ജനാധിപത്യം, എന്തിനു വോട്ട് കുത്താൻ പോയി? ജനപ്രതിനിധികൾ ഈ വോട്ട് വാങ്ങിയ, ഇന്നലെ നമുക്കറിയാമല്ലോ, രാത്രി 11 മണിക്കും 11:45 ഒക്കെ ഈ ജനാധിപത്യ പ്രക്രിയ ഗംഭീരമാക്കാൻ ക്യൂ നിന്ന സാധാരണ മനുഷ്യരുണ്ട്, അമ്മമാരുണ്ട്, സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്, വയോധികരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ജനാധിപത്യത്തെ പോഷിപ്പിക്കാൻ വീണ്ടും വീണ്ടും പോഷിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുന്നല്ലോ. പോഷിപ്പിച്ച് നിങ്ങൾ ഈ വോട്ടും നേടിയിട്ട് സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുകയാണോ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തി പൊതുഗതാഗത സംവിധാനത്തിന് വട്ടം വെച്ച് KSRTC ബസ്സിന് വട്ടം വെച്ച് അവിടുത്തെ അതിൽ നിന്നുള്ള യാത്രക്കാരെ ഇറക്കി വിടാനൊക്കെ ഇവിടെ ആർക്കാണ് സാർ അധികാരം കൊടുത്തത്? ആരാണ് സാർ ഇവിടെ ഭരിക്കുന്നത്? എവിടെയാണ് സാർ ഇവിടെ ജനാധിപത്യം? ചില ചോദ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഈ പാവം യദു എന്ന് പറയുന്ന ആ നിവർത്തികെട്ടുപോയ ജീവിതത്തിലെ നിവർത്തികേട് കൊണ്ട് രാഷ്ട്രീയക്കാരനാകാൻ കഴിയാതിരിക്കുകയും KSRTC ഡ്രൈവർ ആകുകയും ചെയ്യേണ്ടി വന്ന ഒരു സാധാരണക്കാരന്റെ വിലാപമോ അല്ലെങ്കിൽ അവന്റെ കഷ്ടപ്പാടോ അവന്റെ വാക്കുകളോ കേട്ടിട്ടാണ്. അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ അവൻ ആ തരത്തിൽ അലക്ഷ്യമായി ഡ്രൈവ് ചെയ്തു എന്നുള്ളതിന് AI ക്യാമറയും IAS ക്യാമറയും അടക്കമുള്ള കുറേ ക്യാമറകൾ ഉണ്ടല്ലോ കേരളത്തിൽ. ആ ക്യാമറകളൊക്കെ എടുത്ത് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അലക്ഷ്യമായി ഡ്രൈവ് ചെയ്തുവെങ്കിൽ ഈ ഡ്രൈവർ, അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയും നിങ്ങൾ റോഡിലിറങ്ങി പണി കാണിക്കുന്നത് ശരിയാണോ? ജനപ്രതിനിധികളെന്ന് പറയുകയും ഞങ്ങൾ ജനങ്ങളെ 24 മണിക്കൂറും സേവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായി കാർ ഉണ്ടാകാം, നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാനുള്ള നിലവിലുള്ള സംവിധാനം ഉണ്ടാകാം, നിങ്ങൾക്ക് വിമാനങ്ങളിൽ സഞ്ചരിക്കാനുള്ള സംവിധാനം ഉണ്ടാകാം. ഇവിടുത്തെ സാധാരണക്കാരൻ ഇല്ല സാർ. അവർക്ക് കാറിൽ ഇത്രയധികം ദൂരം പെട്രോൾ അടിച്ച് ഈ തിരുവനന്തപുരത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അവർക്ക് ആകെയുള്ള ആശ്രയം KSRTC ആണ്. അത്തരം സംവിധാനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അവിടുത്തെ യാത്രക്കാരെ ഇറക്കി വിടുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ അങ്ങ് പോവുകയാണെങ്കിൽ ഈ സംവിധാനത്തിന് അതീവ ഗുരുതരമായ എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്. ആ അസുഖം എന്താണെന്ന് സ്വാഭാവികമായും ജനാധിപത്യം എന്ന് പറയുന്നത് ഇത് എല്ലാ കാലവും നിൽക്കില്ലല്ലോ. ഇതിനൊക്കെ എതിരെയുള്ള മാൻഡേറ്റ് കൂടിയാകണം വരാനിരിക്കുന്ന വിധികൾ. ജനാധിപത്യ പ്രക്രിയയിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടി നടത്താനാണ് ഇവിടെ മനുഷ്യർ ജീവനോടെ ഇരിക്കുന്നത്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായി പോകുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഇത്തരം ഷോ ഓഫുകൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് തികച്ചും ലജ്ജാകരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് മേയറായാലും MLA ആയാലും മുഖ്യമന്ത്രിയായാലും ഇനി പ്രധാനമന്ത്രിയായാലും.